അപ്പം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം. ഇടയ്ക്ക് ഇനി ജോയിൻ ചെയ്യുന്നവരെ നമുക്ക് ഇടയ്ക്ക് വെച്ച് കയറ്റാം. എന്തായാലും സമയം 8:30 നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പം നമ്മുടെ പഠനമൊക്കെ എവിടം വരെ ആയി, എങ്ങനെയൊക്കെ പോകുന്നു? നന്നായി പോകുന്നോ? നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ എങ്കിലും മാക്സിമം ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്ന സ്ക്രീൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് സാർ. കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ SSTയുടെ ഇതുവരെ പഠിപ്പിച്ച ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അതെ, ഓക്കെ ആണ് സാർ. ഓക്കെ ആണല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് എക്സാമില് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ നോട്ട്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട കാര്യം. അപ്പൊ പരീക്ഷയ്ക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ തെറ്റിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ആ അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്കറിയാം, നമ്മളിപ്പം കോൺസ്റ്റിറ്റ്യൂഷന്റെ പോർഷൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് SSTയുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏകദേശം 6-7 മാർക്കുകളുടെ ചോദ്യങ്ങൾ മിനിമം എല്ലാ പരീക്ഷകൾക്കും തന്നെ, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന എല്ലാ പരീക്ഷകൾക്കും തന്നെ ഒരു 6-7 മാർക്കിന്റെ ഒരു ചോദ്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും തന്നെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ തന്നിരിക്കുന്ന നോട്ട്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ സാർ. ആരൊക്കെയോ ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് അഡ്മിറ്റ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് സാർ. കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആ പോർഷനിൽ നമുക്ക് ഒരിക്കലും തെറ്റ് വരരുത്. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പിച്ച് തന്നെ പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. റീഡ്, റിപ്പീറ്റ്, റിവൈസ്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ എല്ലാം ഒരു സക്സസ് മന്ത്രമാണ് RRR എന്ന് പറയുന്നത്. റീഡ്, റിപ്പീറ്റ്, റിവൈസ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും മറന്നു പോകും. അത് നമുക്ക് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം, വീണ്ടും വായിക്കണം, പിന്നെ അതിനുശേഷം റിവൈസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരുന്നുകൊണ്ട് എക്സാം ഹാളിൽ കൃത്യമായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാം, ഈ ചോദ്യങ്ങളിൽ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് എന്താ പറയുക, ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക, തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ചില ചോദ്യങ്ങളിൽ എന്താ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൽ നോട്ട് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ്, അല്ലെങ്കിൽ നോട്ട് കറക്റ്റ് എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കണം. പലർക്കും ഈ നോട്ട് എന്നുള്ളത് ശ്രദ്ധിക്കാതെ നമ്മൾ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതി വെച്ചൊക്കെ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ പഠിച്ച കാര്യങ്ങൾ ഉറപ്പിച്ച് പിടിക്കുക, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ എടുത്ത ടോപ്പിക്കുകളെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ എടുത്ത ടോപ്പിക്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരിക്കും. മൗലിക അവകാശങ്ങൾ. ആ ടോപ്പിക് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് പാർട്ടിലാണ് വരുന്നത്? പാർട്ട് 3 അല്ലെ? ആർട്ടിക്കിൾ എവിടെ നിന്നിട്ട് എവിടം വരെയാണ്? ആർട്ടിക്കിൾ 12 to 35. 12 to 35 വരെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത് അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ പറയുക, ഗാന്ധിയൻ ആശയങ്ങള്, സോഷ്യലിസ്റ്റിക് ആശയങ്ങൾ, അങ്ങനെ ലിബറൽ ആശയങ്ങൾ, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 എന്താ പറയുന്നത്?
യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 44 പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പാർട്ട് 4 വരുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഡേറ്റുകളൊക്കെ എന്താ പറയാ, നമുക്ക് ആദ്യം പഠിക്കാൻ നേരത്തെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും അത് ഓർഡറിൽ വരുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അത് ഇച്ചിരി എഫേർട്ട് ഇട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. കുറെ ഡേറ്റ്സ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ അത് കണക്കാക്കാതെ നമ്മളത് പഠിക്കണം. ആ പോർഷനിൽ ചോദ്യം ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോർട്ട്, അപ്പൊ ഇത്തരം പോർഷൻസ് ആണ് നമ്മൾ ഏകദേശം കവർ ചെയ്തിരിക്കുന്നത് അല്ലെ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഏകദേശം കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ അമെന്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, അതുപോലെ ഷെഡ്യൂളുകൾ, നമുക്ക് എത്ര ഷെഡ്യൂളുകളാണ് വരുന്നത്? 12 ഷെഡ്യൂള്. 12 ഷെഡ്യൂളുകളാണ് നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ അവസാനത്തെ ഷെഡ്യൂൾ, 12ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങൾ. മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങൾ. പിന്നെ പഞ്ചായത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് 11ാമത്തെ ഷെഡ്യൂൾ. അപ്പം ഷെഡ്യൂളുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് കോഡുണ്ട് അല്ലെ. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് പറയുന്ന അത് വെച്ച് നമുക്ക് പഠിച്ചിരിക്കാം അല്ലെ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മൾ പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞ HST എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ദ പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ നാഷണൽ എമർജൻസി when the security of India or a part of it is threatened by war or external aggression or armed rebellion? അപ്പോൾ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? നാഷണൽ ആർട്ടിക്കിൾ 352. ആർട്ടിക്കിൾ 352 നമ്മുടെ എന്തിനെ കുറിച്ച് പറയുന്നത്? നാഷണൽ എമർജൻസിയെ കുറിച്ച് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 360 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർട്ടിക്കിൾ 360 എന്ത് എമർജൻസിയെ കുറിച്ചാണ് പറയുന്നത്? ഫിനാൻഷ്യൽ എമർജൻസി. അതുപോലെ ആർട്ടിക്കിൾ 356 നമ്മള് പ്രസിഡൻഷ്യൽ റൂൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 356 ആണ് അല്ലെ. സ്റ്റേറ്റ് എമർജൻസി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് അമെൻഡ്മെന്റ് ഈസ് റിഗാർഡ് ആസ് ദ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ? ഇത് നമ്മുടെ കഴിഞ്ഞ HSTക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 42 ആണ് നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് നമ്മുടെ 1976 42ാം ഭേദഗതി. അപ്പൊ ഈ 42ാം ഭേദഗതി പ്രകാരം ഏതൊക്കെ പദങ്ങളാണ് നമ്മുടെ പ്രിയാമ്പിളിലേക്ക് കൂട്ടിച്ചേർത്തത്? നമ്മൾ പറഞ്ഞായിരുന്നോ? ഓർക്കുന്നുണ്ടോ? അത് പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല സർ. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന 3 പദങ്ങളാണ് നമ്മുടെ 42ാം ഭേദഗതി പ്രകാരം പ്രിയാമ്പിളിലേക്ക് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർത്ത് കേട്ടോ. അപ്പം ഓർത്ത് വെക്കുക, 42ാം ഭേദഗതി വർഷം 1976 അല്ലെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം. There are 6 fundamental rights guaranteed under Part 3 of the Constitution of India and recognized by the Indian Constitution. Which article describes about the cultural and educational rights? കൾച്ചറൽ റൈറ്റ്സിനെ കുറിച്ച് അതുപോലെ എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് ഏത് ആർട്ടിക്കിളുകളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്?
ഇത് നമ്മുടെ SSTക്ക് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഇതിന്റെ ഉത്തരവായിട്ട് വരിക? ആർട്ടിക്കിൾ 29-30. ആർട്ടിക്കിൾ 29 to 30 ആണ് നമ്മുടെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് അല്ലെ. അപ്പൊ ആർട്ടിക്കിൾ 29 ഒരു പദം ആദ്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ആദ്യമായിട്ട് ഒരു പദം ഉന്നയിക്കുന്നത് ആർട്ടിക്കിൾ 29 മൈനോറിറ്റി എന്ന് പറയുന്ന മൈനോറിറ്റീസിന്റെ ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ കുറിച്ച് പറയുന്ന ആ ഒരു ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 29 അപ്പൊ 25 തൊട്ട് 28 വരെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മതപരമായ അവകാശങ്ങളെ കുറിച്ചാണ് 25 തൊട്ട് 28 പറയുന്നത്. പിന്നെ 14 തൊട്ട് 18 വരെ എന്താണ് പറയുന്നത്? അത് മറ്റേ ഈക്വാലിറ്റി, റൈറ്റ് ടു ഈക്വാലിറ്റിയെ കുറിച്ചാണ് 14 തൊട്ട് 18 വരെ പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക, ഇതൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഉത്തരങ്ങളാണ് അല്ലെ. അതേസമയം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ ഇതിനൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരം ചോദ്യങ്ങളുമാണ്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉറപ്പിച്ച് പഠിക്കുക. അപ്പൊ അതായിരിക്കണം നമ്മൾ ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ അമെൻഡ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അമെൻഡ്മെന്റ്സ്. അപ്പോൾ ഹൗ മെനി വേസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ഇൻ ഇന്ത്യ ടേക്ക് പ്ലേസ്? എത്ര തരത്തിൽ നമ്മൾ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താം? എത്ര തരത്തിലുള്ള? 1 വേ, 2 വേ, 3 വേ, 4 വേ? ഒരു തരത്തിൽ, 2 തരത്തിൽ, 3 തരത്തിൽ? എത്ര തരത്തിലാണ് മാറ്റാൻ പറ്റുന്നത്? എത്രയാ? 3 തരത്തിലാണ് അല്ലെ. 3 തരത്തിലാണ് നമുക്ക് ആ ഭരണഘടനയിൽ ചേഞ്ചസ് വരുത്താവുന്നത്. അപ്പൊ നമ്മൾ അമെൻഡ്മെന്റ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അമെൻഡ്മെന്റ് ബൈ സിമ്പിൾ മെജോറിറ്റി ഓർക്കുന്നുണ്ടോ? സിമ്പിൾ മെജോറിറ്റി വഴിയുള്ള അമെൻഡ്മെന്റ് 1/3. അത് തന്നെ. അതുപോലെ പിന്നെ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ്. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞു അമെൻഡ്മെന്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് ആൻഡ് കൺസെന്റ് ഓഫ് സ്റ്റേറ്റുകളുടെ കൺസെന്റും കൂടെ വേണ്ട ചില കേസുകൾ. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാം. 3 തരത്തിലാണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് അമെൻഡ്മെന്റുകൾ, ഭേദഗതികൾ വരുത്താവുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതിയെ കുറിച്ച്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ചെയ്യുന്ന ആ പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നറിയോ? ആർക്കെങ്കിലും? നമ്മുടെ ഭരണഘടന ഭേദഗതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 368 കേട്ടോ. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 368 ഏതാണ്? ആർട്ടിക്കിൾ 368. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ നമ്മുടെ ഭരണഘടന, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ആ ഒരു രീതിയുണ്ട്. ആ ഒരു രീതി നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവരുടെ ആ ഒരു സിസ്റ്റം ഓഫ് അമെൻഡ്മെന്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് which power is given to the Supreme Court by Article 134 of the Indian Constitution? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 134 പ്രകാരം എന്ത് അധികാരമാണ് സുപ്രീം കോടതിക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്തായിരിക്കും ഉത്തരം? അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ആണ് ആർട്ടിക്കിൾ 134 പ്രകാരം സുപ്രീം കോടതിക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനെ കുറിച്ച് വരുന്ന 132, 133, 134 ഈ 3 ആർട്ടിക്കിളുകളിലാണ് നമ്മുടെ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ പറയുന്ന ഏതാണ് ആർട്ടിക്കിൾ? 143. ആർട്ടിക്കിൾ 143 ഇതിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പറയുന്നത്. എന്താണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്? പ്രസിഡന്റിന് ചില കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ അഡ്വൈസ് സ്വീകരിക്കാം. അപ്പം അത്തരം ആ ഒരു പവറിനെ കുറിച്ചാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആർട്ടിക്കിൾ 143 പറയുന്നത്.
പിന്നെ നമ്മൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. CAG യുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ആർട്ടിക്കിൾ 148 ആർട്ടിക്കിൾ 148ലാണ് CAG യുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. 48 മുതൽ 51 വരെയാണ് നമ്മുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പം CAG നമ്മുടെ പാർലമെന്ററി കമ്മിറ്റിയുടെ ആനുവൽ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അത് ഏത് കമ്മിറ്റിയുടെ ആയിരുന്നു? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ആനുവൽ ഓഡിറ്റ് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യനാണ് CAG എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 148ലാണ് CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് കുറച്ച് പേര് വരുന്നുണ്ട്, പക്ഷേ ഒന്ന് ജോയിൻ ചെയ്തിവിടെ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാമല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. Which of the following statements are correct about Article 352 of the Indian Constitution? ആർട്ടിക്കിൾ 352 ഇതിനെ കുറിച്ച് പറയുന്നത് എമർജൻസി അല്ലെ? അപ്പം സ്റ്റേറ്റ്മെന്റ് നോക്കുക. പ്രസിഡന്റ് ക്യാൻ പ്രൊക്ലെയിം നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352. ശരിയാണോ? ശരിയാണല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിത് ടിക്ക് ചെയ്യുന്നു. അടുത്തത്, പ്രസിഡന്റ് ക്യാൻ പ്രൊക്ലെയിം നാഷണൽ എമർജൻസി ആഫ്റ്റർ റിസീവിംഗ് റിട്ടേൺ റെക്കമെൻഡേഷൻ ഫ്രം ദ ക്യാബിനറ്റ്. അത് ശരിയാണോ? ശരിയാണ്. ഇനി അടുത്ത്, ആസ് പെർ ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി ഈസ് ഓൾസോ നോൺ ആസ് പ്രസിഡന്റ്സ് റൂൾ. ശരിയാണോ? റോങ് ആണ്. സ്റ്റേറ്റ് എമർജൻസി ആണ് പ്രസിഡന്റ്സ് റൂൾ എന്ന് അറിയപ്പെടുന്നത് അല്ലെ? ഇനി അതുപോലെ, ഡ്യൂറിംഗ് നാഷണൽ എമർജൻസി അവർ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ ബി കൺവേർട്ടഡ് ഇൻടു എ യൂണിറ്ററി വൺ. എന്താണ് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ? ഫെഡറലിസം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനങ്ങൾക്കും നമ്മുടെ ഭരണഘടനയിൽ അല്ലെ സ്റ്റേറ്റുകൾക്കും അതിൻ്റെതായിട്ടുള്ള കുറച്ച് അധികാരങ്ങൾ വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ 3 തരം ലിസ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഏതൊക്കെ ലിസ്റ്റുകളാണ് നമുക്കുള്ളത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 3 തരം ലിസ്റ്റുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ. അത് തന്നെ. അപ്പം സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അങ്ങനെ 3 തരം ലിസ്റ്റുകളാണ് നമുക്ക് വരുന്നത് അല്ലെ? അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം വരുന്ന കാര്യങ്ങളായിരിക്കും. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ അധികാരങ്ങൾ വരുന്ന ആ ഒരു കാര്യങ്ങളായിരിക്കും ഇതിൽ വരുന്നത്, യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. ഇനി കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റേറ്റിനും അതുപോലെ യൂണിയനും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള പവറുകൾ വരുന്ന കാര്യങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചോളൂ. അപ്പൊ ഈ റെസിഡുവൽ പവർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നല്ലോ IT ഒക്കെ. അപ്പൊ ഈ റെസിഡുവൽ പവർ അതും ഈ കൺകറന്റ് ലിസ്റ്റും സെയിം ആണോ? അല്ലല്ല, റെസിഡുവൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത കാര്യങ്ങളെയാണ് നമ്മൾ റെസിഡുവൽ ഇതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ അവശിഷ്ട അധികാരങ്ങൾ എന്നാണ് പറയുന്നത്. അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 3ലും ഉൾപ്പെടാത്ത കാര്യങ്ങളാണ്. IT, ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ നമുക്ക് റെസിഡ്യൂറി പവേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത കാര്യങ്ങളാണ് നമുക്ക് റെസിഡ്യൂറി പവേഴ്സിൽ വരുന്നത്. നമുക്കറിയാം, ഈ നമ്മുടെ ഭരണഘടന രൂപീകൃതമായ ഏകദേശം 1946 ആ ഒരു സമയത്ത് അല്ലെ? ആ സമയത്ത് നമുക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലെ കമ്പ്യൂട്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അത്ര ഡെവലപ്പ് ചെയ്യാത്ത കാലത്താണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഒരു ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് റെസിഡ്യൂറി പവേഴ്സിലാണ് നിലവിൽ ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതെന്നേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അതുപോലെ നമ്മൾ പഠിച്ചതിൽ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതിൽ കമ്മിറ്റികളെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? പ്രധാനമായിട്ടും കുറെ ഫിനാൻഷ്യൽ കമ്മിറ്റികൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 3 ഫിനാൻഷ്യൽ കമ്മിറ്റികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അതുപോലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഉണ്ട്, പിന്നെ
എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്, അതുപോലെ എസ്റ്റിമേറ്റ് കമ്മിറ്റി. അങ്ങനെ 3 കമ്മിറ്റികളാണ് പ്രധാനമായിട്ടും നമുക്ക് വരുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ SST എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ആ പാർലമെന്റിന്റെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വരുന്ന കമ്മിറ്റി ഏതാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരം ഒന്ന് പറയാൻ പറ്റുമോ? ഏതാണ് പാർലമെന്റിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വരുന്ന പാർലമെന്ററി കമ്മിറ്റി? ഏതാണ്? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ആണോ? അല്ല കേട്ടോ, എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് 30 അംഗങ്ങൾ. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വരുന്നത്. അപ്പൊ നമ്മള് കണ്ടോ, ഇപ്പം നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് കറക്റ്റ് സമയത്ത് കാര്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ നമുക്കിത് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കണ്ട, പഠിക്കുന്ന കാര്യങ്ങൾ ഉറപ്പിച്ച് പഠിക്കുക. അപ്പൊ അതിനായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കെല്ലാം ഇതാണ് സംഭവിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാമിന് എഴുതാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒത്തിരി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മേളിലേക്ക് കയറും. അപ്പം നമ്മൾ ഈ കാട് കയറി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു നോർമൽ രീതിക്ക് പഠിച്ചിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. അപ്പം എല്ലാവർക്കും എന്താ പറയുക, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചവർക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റിപ്പോകും. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ താഴേക്ക് പോകും. അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് തെറ്റ് വരാൻ പാടില്ല. അപ്പൊ ആ രീതിക്ക് വേണം നമ്മുടെ പഠനം പോകാനായിട്ട്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിലല്ല നമ്മുടെ വിജയം എന്ന് പറയുന്നത്, പഠിക്കുന്ന കാര്യങ്ങൾ ഉറപ്പിച്ച് പഠിക്കുന്നതിലാണ് നമ്മുടെ വിജയം. അപ്പൊ ആ കാര്യം ഓർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കമ്മിറ്റികളുടെ കാര്യങ്ങൾ പറഞ്ഞു. ആ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എത്ര പേരാണ് വരുന്നത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ 22 പേരാണ് വരുന്നത് കേട്ടോ. 22 പബ്ലിക് അക്കൗണ്ടിലും, അതുപോലെ അത് തന്നെ 15ഉം 7. കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സിലും 22 പേര് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ടേം എന്ന് പറയുന്നത് 1 വർഷമായിരിക്കും നമ്മൾ പറഞ്ഞത് അല്ലെ, 1 വർഷമായിരിക്കും ഇതിന്റെയൊക്കെ ടേമായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ രാജ്യസഭയെ കുറിച്ചും ലോക്സഭയെ കുറിച്ചും ഒക്കെ പഠിച്ചിരുന്നു. നമ്മുടെ രാജ്യസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, രാജ്യസഭയുടെ കോമ്പോസിഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 81 അല്ലെ. ആർട്ടിക്കിൾ 81 രാജ്യസഭയുടെ കോമ്പോസിഷനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 81 രാജ്യസഭയുടെ കോമ്പോസിഷനെ കുറിച്ച് പറയുന്നത്. രാജ്യസഭയുടെ 80 കേട്ടോ. രാജ്യസഭയുടെ 80 ലോക്സഭയുടെ 81 അതുപോലെ സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 32. സുപ്രീം കോടതി 124 32 സുപ്രീം കോടതിയുടെ റിട്ട് അവകാശങ്ങളെ കുറിച്ച്, റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള സുപ്രീം കോടതിയുടെ ആ ഒരു എബിലിറ്റിയെ കുറിച്ചാണ് 32 പറയുന്നത്. ഇനി ഹൈക്കോടതികളുടെ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 226 ഓക്കെ. അപ്പം ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയൊരു റിവിഷൻ എന്നുള്ള രീതിക്കും, അതുപോലെ നമ്മുടെ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ആ ഒരു പാറ്റേണും ഒക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ആയോ? ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തോ? നമുക്ക് അടുത്ത ദിവസം എക്സാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഓക്കെ, ഒത്തിരി നീട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഉറപ്പിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാനിപ്പോൾ അവസാനമൊക്കെ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അവരെ നമുക്ക് മീറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ റെക്കോർഡഡ് സെഷൻ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ആ സമയത്ത് അവർക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക്സ് സർ. ഓക്കെ.